ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നാം ജപമാല മാസത്തിൽ ജപമാല ചൊല്ലുമ്പോൾ യേശുവിന്റെ ജീവിതത്തിലെ രണ്ട് സംഭവങ്ങളെ കുറിച്ച് നാം ധ്യാനിക്കാൻ പോവുകയാണ്. ഒന്ന് യേശുവിന്റെ ജനനം, ഇന്ന് യേശുവിന്റെ മരണം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തില് നാം കാണുന്നു, ജോസഫിന്റെ പക്കലേക്ക്, ജോസഫിനെ വിവാഹം നിശ്ചയിക്കും ചെയ്യപ്പെട്ടിരുന്ന മറിയത്തിന്റെ പക്കലേക്ക് ഗബ്രിയേൽ മാലാഖ ദൈവത്താൽ അയക്കപ്പെടുകയാണ്. ഗബ്രിയേൽ മാലാഖ മറിയത്തിന്റെ അരികത്ത് വന്നിട്ട് പറയുകയാണ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. നാം ദൈവസന്നിധിയിൽ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ മറിയത്തോട് പറയുകയാണ്, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് നീ പേരിടണം, അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മറിയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അതിന് ഗബ്രിയേൽ മാലാഖ പറയുന്ന ഒരു ഉത്തരമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അതിനാൽ ജനിക്കാൻ പോകുന്ന ശിശു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം മാംസം ധരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറയണം, അത്യുന്നതന്റെ ശക്തി നമ്മളിൽ ആവസിക്കും. അങ്ങനെ പരിശുദ്ധ മറിയത്തിൽ മാംസം ധരിച്ച ദൈവവചനമായ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം, യേശുക്രിസ്തുവിന്റെ ജനനം, ഈ ജീവിതം, പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം എല്ലാം നാം ജപമാലയിലൂടെ ധ്യാനിക്കുകയാണ്. സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ, ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ, മഹിമയുടെ രഹസ്യങ്ങൾ, പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ എന്ന് ഓരോ രഹസ്യങ്ങളും തിരിച്ച് നാം പ്രാർത്ഥിച്ച് ധ്യാനിക്കുകയാണ്. നാം എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ജപമാലയിൽ യേശുവിനെ ധ്യാനിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. യേശുവിന്റെ കൂടെ, യേശുവിന്റെ ജനനത്തിലും, യേശുവിന്റെ ജീവിതത്തിലും, യേശുവിന്റെ പീഡാസഹനത്തിലും, കുരിശുമരണത്തിലും, ഉത്ഥാനത്തിലും, സ്വർഗാരോഹണത്തിലും കൂടെ നിന്നവളാണ് പരിശുദ്ധ ദൈവമാതാവ്. ഈ സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം ഒരു സംഭവം കാണുന്നുണ്ട്. യേശുവിനെ സന്ദർശിക്കാനായിട്ട് 3 ജ്ഞാനികള്, 3 wise men വരുന്നു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു എന്നാണ് മത്തായി സുവിശേഷകൻ എഴുതി വെച്ചിരിക്കുന്നത്. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു എന്ന്. നാം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ രഹസ്യങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയുടെ ജീവിതത്തിന്റെ ഓരോ സംഭവങ്ങളും ധ്യാനിക്കുമ്പോൾ, മാതാവിന്റെ മടിയിലിരിക്കുന്ന യേശുക്രിസ്തുവിനെയാണ് നാം ആരാധിക്കുന്നത്. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കുകയും നമ്മളോട് ചോദിക്കുന്നവരോട് മറുപടി പറയുകയും നാം ചെയ്യും. ഇനി ഇതാ നാം കാൽവരി മലയിലേക്ക് പോവുകയാണ്. അവിടെ 3 ആണികളിൽ കിടന്നുകൊണ്ട് ഈശോ താഴോട്ട് നോക്കുമ്പോൾ തന്റെ കുരിശിനോട് ചേർന്ന് നിൽക്കുന്ന 2 വ്യക്തികളെ കാണുകയാണ്. പരിശുദ്ധ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനായ യോഹന്നാൻ. അവർ 2 പേരും കുരിശിനോട് ചേർന്ന് അടുത്ത് നിൽക്കുകയാണ്. ഈശോ തന്റെ അമ്മയോട് തന്റെ സ്നേഹിച്ചിരുന്ന ശിഷ്യനെ കാണിച്ചുകൊണ്ട് പറയുകയാണ്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. യേശുവിനെ പിടിച്ചപ്പോൾ എല്ലാ ശിഷ്യന്മാരും യേശുവിനെ വിട്ട് ഓടിപ്പോയി. അവരെല്ലാം അകലെ നിന്നാണ് പിന്നെ യേശുവിനെ നോക്കിയത്. എന്നാൽ യേശുവിന്റെ ബലിപീഠമായ കുരിശിന്റെ അടുത്ത് നിന്നിരുന്ന യോഹന്നാനാണ് ഈശോ തന്റെ അമ്മയെ വരമേൽപ്പിച്ചത്, തന്റെ അമ്മയെ സമ്മാനമായി നൽകിയത്.
പ്രിയ സഹോദരങ്ങളെ, കാൽവരി ബലിയിലെ ആ ബലിയുടെ ഔദാശികമായ പുനരവതരണമാണ് അൾത്താരയിലെ ബലി. കാൽവരി ബലിയിലെ ഔദാശികമായ ഓർമ്മയാചരണമാണ് അൾത്താരയിലെ ബലി. ഈ അൾത്താരയിലെ ബലിയോട് നാം ചേർന്ന് നിൽക്കാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് യേശുവിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. യേശുവിനോട് സ്നേഹമുള്ള ഒരു വ്യക്തി അൾത്താരയുടെ ബലിവേദിയോട് നാം ചേർന്ന് നിൽക്കും. തലേ ദിവസം ഈശോ ചെയ്തതുപോലെ, തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതുപോലെ തന്റെ സഹോദരൻ എളിമപ്പെടാൻ നാം പരിശ്രമിക്കും. തന്റെ സഹോദരങ്ങളോടും ദൈവത്തോടും നാം അനുരഞ്ജനപ്പെടാൻ നാം പരിശ്രമിക്കും. വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളും പാട്ടുകളും അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കുവാനും പാടുവാനും നാം ശ്രദ്ധിക്കും. യോഗ്യതയോടെ യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ നാം സ്വീകരിക്കും. അങ്ങനെ യേശുവിന്റെ ബലിപീഠത്തോടുകൂടെ ബലിവേദിയായ അൾത്താരയോട് ചേർന്ന് നിൽക്കുന്ന നമുക്ക് ഈശോ നൽകുന്ന സമ്മാനമാണ് പരിശുദ്ധ ദൈവമാതാവ്. പ്രിയ സഹോദരങ്ങളെ, എല്ലാ വിശുദ്ധരുടെ ജീവിത ചരിത്രങ്ങളും നിങ്ങൾ എടുത്തു വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. അവരെല്ലാം വിശുദ്ധരായത് വ്യത്യസ്ത വഴികളിലൂടെയാണ്. എന്നാൽ അവരെല്ലാം ചേർത്ത് പിടിച്ചിരുന്ന കാര്യമുണ്ട്. അവരെല്ലാം പരിശുദ്ധ കുർബാനയെയും പരിശുദ്ധ ദൈവമാതാവിനെയും മുറുകെ പിടിച്ചിരുന്നു. അവരെല്ലാവരും പരിശുദ്ധ കുർബാനയെയും പരിശുദ്ധ ദൈവമാതാവിനെയും സ്നേഹിച്ചിരുന്നു. ഇത്രയും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവപുത്രനായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. നമ്മൾ ഈ പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗത്തിലേക്ക് കയറി ചെല്ലാം. അതിനുള്ള കൃപ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മൾ ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Ira